കൊല്ലത്ത് MK ഭാസ്കരൻ അനുസ്മരണത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. തത്സമയ വാക്കുകളിലേക്ക്. ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ശക്തമായ നീക്കങ്ങളാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം രാഷ്ട്രീയ രംഗത്ത് പുതിയ ചില പ്രവണതകൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിലും അദ്ദേഹം ഇല്ലാതായതിനു ശേഷവും ഇവിടെ ശക്തമാവുകയുണ്ടായി. നമ്മുടെ നാടാകെ വലിയ അമർഷത്തോടെ നോക്കിക്കണ്ട ഒരുപാട് പ്രശ്നങ്ങളും സംഭവങ്ങളും അങ്ങേയറ്റം മൂല്യച്യുതിയുടേതായ ഉദാഹരണങ്ങൾ. ഭരണമുണ്ടായാൽ എന്തുമാകാം, എന്തു വൃത്തികേടും കാണിക്കാം എന്നൊരവസ്ഥ. ഇതിനെല്ലാം എതിരെ ഉയർന്നു വന്ന വികാരം, അതിനെയെല്ലാം ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തുമെന്ന ധാർഷ്ട്യം ജനങ്ങളെയും ജനവികാരത്തെയും വിലവെക്കേണ്ടതില്ല എന്ന മനോഭാവം, ഇതെല്ലാം ഈ കാലയളവിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ MK അടക്കം നേതൃത്വം കൊടുത്ത് നടത്തിയ സമരങ്ങൾ, ഈ അവസാന ഘട്ടത്തിൽ നടന്ന ചില സമരങ്ങൾ, പ്രത്യേകിച്ച് സോളാർ വിഷയത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള സമരങ്ങൾ ഈ ഘട്ടത്തിൽ ഓർമ്മ വരികയാണ്. MKയുടെ കാലശേഷം എന്തിനെല്ലാം എതിരെയാണോ അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് പോരാട്ടം നടത്തിയിരുന്നത്, ആ പോരാട്ടത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനമാണ് ഇവിടെയുള്ളവരും ജില്ലയിലുള്ളവരും സംസ്ഥാനത്തുള്ളവരും എല്ലാം ഏറ്റെടുത്തത്. അത് വിജയത്തിലേക്ക് എത്തിച്ചു എന്നതാണ് വിജയൻപിള്ളയുടെ വിജയത്തിലൂടെ നിങ്ങൾ കാണിച്ച ഏറ്റവും ഉദാത്തമായ മാതൃക. നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടേതായ വിജയമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത്. എന്തുമാകാം എന്ന നിലക്ക് അറുതി വരുത്തുകയായിരുന്നു. ഇവിടെ LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നടന്നു വന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാരിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ മാത്രം നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്കാകെ ഉപകാരപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു വസ്തുതയുണ്ട്. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ നാട് എല്ലാവരും വലിയ തോതിൽ പ്രശംസിക്കുന്ന ഒരു നാടാണ്. ദീർഘമായൊരു കടലോരം നമുക്ക് കിടക്കുന്നു. എന്നാൽ അതുപോലെ തന്നെ അപ്പുറം നോക്കിയാൽ
ഒരു നിര ദീർഘമായി തന്നെ മലയോരമായി കിടക്കുന്നു. ഇതിനിടക്കുള്ള ഭൂമിയും മറ്റൊരു പ്രത്യേകതയോടെ കിടക്കും. ഈ ഓരോന്നിനും ഓരോ പ്രത്യേകതകൾ നമ്മുടെ നാട്ടിനുണ്ട്. നമ്മുടെ രാജ്യത്തെ മറ്റേതെങ്കിലും ഒരു നാട് പോലെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ട എല്ലാ ഭക്ഷ്യധാന്യവും നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം മുഴുവൻ നമ്മൾ എടുത്താൽ നമ്മുടെ ആവശ്യത്തിന് അത് പോരാ. എന്നാൽ കൃഷിയിൽ നമ്മൾ ഒട്ടും പുറകിലല്ല. നമ്മുടെ രാജ്യത്തിന് തന്നെ വിദേശ നാണയം നേടിക്കൊടുക്കുന്ന ഒട്ടേറെ നാണ്യവിളകൾ നമ്മളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ചിലത് നമ്മുടെ കുത്തകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ചില കാർഷികോൽപ്പന്നത്തിന്റെ, ഇപ്പോൾ റബ്ബർ, അതിൽ 95% നമ്മുടെ നാടിന്റെ വകയാണ്. ഇങ്ങനെയാണ് ഓരോന്നിന്റെയും നില. നമ്മുടെ നാട്ടിന് ആവശ്യമായ ഭക്ഷ്യധാന്യം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സമ്പ്രദായം ഏർപ്പെടുത്തിയത്. കേന്ദ്ര ഗവൺമെന്റ് ആദ്യം അത് സമ്മതിച്ചിരുന്നില്ല. സഖാവ് AKG യുടെ നേതൃത്വത്തിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളാകെ ഒറ്റക്കെട്ടായി അതിനെതിരെ പ്രക്ഷോഭം നടത്താൻ തയ്യാറായി. പാർലമെന്റിൽ AKG യുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളുണ്ട്. അവസാനം നമ്മുടെ നാടിന് ആവശ്യമായ ഭക്ഷ്യധാന്യം നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചു. ഇതാണ് നമ്മുടെ നാടിന്റെ നില. ഈ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സമ്പ്രദായത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് മാറ്റം വരുന്നത്. ഇവിടെ ഭക്ഷ്യസുരക്ഷാ നിയമം വലിയ തോതിൽ ഒട്ടിഘോഷിച്ച് നടപ്പാക്കിയ ഒന്നായിരുന്നു. ആ നിയമം കൊണ്ടുവന്ന അന്നത്തെ കേന്ദ്രമന്ത്രി KV തോമസിന് കേരളത്തിൽ പലയിടത്തും സ്വീകരണവും നൽകിയിരുന്നു. കാരണം നല്ല പേരാണല്ലോ ഇത്, ഭക്ഷ്യസുരക്ഷ എന്നാണല്ലോ അതിന്റെ പേര്, അതുകൊണ്ടായിരിക്കും സ്വീകരണം നൽകിയത്. പക്ഷെ പാർലമെന്റിൽ ആ ഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷം ശക്തമായി അതിനെതിരെ പ്രതികരിച്ചിരുന്നു. കാരണം കേരളത്തിൽ നിലനിൽക്കുന്ന റേഷനിങ് സമ്പ്രദായമുണ്ട്, അതാണ് ഇതുകൊണ്ട് പൊളിയുക എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ഒരു ഭേദഗതിയും അക്കാലത്ത് നമ്മുടെ KN ബാലഗോപാൽ അടക്കം പാർലമെന്റിലുള്ള സമയമാണ് ഈ ഭക്ഷ്യസുരക്ഷാ നിയമം വരും, ഒന്നും അംഗീകരിക്കാൻ ഗവൺമെന്റ് സന്നദ്ധമായി. ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കി. ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കി കഴിഞ്ഞതിന് ശേഷം കേന്ദ്രത്തിൽ UPA ഗവൺമെന്റ്, ഇവിടെ UDF ഗവൺമെന്റ് അതിന് അവധി നീട്ടി വാങ്ങുകയും
ഈ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കാൻ വേണ്ടിയുള്ള കാലാവധി നീട്ടിവാങ്ങി. ഇവിടെ BJP നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നു. അതിനുശേഷവും കാലാവധി നീട്ടിവാങ്ങി. അവസാനം എവിടെ എത്തി? ഇനി കാലാവധി നീട്ടില്ല എന്ന് പറയുന്നിടത്തെത്തി. അപ്പോഴേക്കും ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഈ നിയമം നടപ്പാക്കി കഴിഞ്ഞു. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് മറ്റെല്ലാരും നടപ്പാക്കിയ നിയമം എന്തുകൊണ്ട് നിങ്ങൾ നടപ്പാക്കുന്നില്ല എന്ന സാങ്കേതികത്വം മാത്രമാണ് എടുത്തത്. ഈ ഘട്ടത്തിലാണ്, ഈ അവസാന അവധിയിലാണ് LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. LDF ഗവൺമെന്റ് അധികാരത്തിലെത്തിയപ്പോ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് അവധി നീട്ടിത്തരാൻ പറ്റില്ല, ഇപ്പൊ തന്നെ നടപ്പാക്കണം. അപ്പൊ നടപ്പാക്കേണ്ട ഒരു ആലോചനയും ഇവിടെ നടത്തിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒരുപാട് കാര്യം. കൊല്ലത്ത് MK ഭാസ്കരൻ അനുസ്മരണത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. തത്സമയം. എന്നാൽ സംസ്ഥാന ഗവൺമെന്റ് BPL ആണെന്ന് അംഗീകരിച്ച ഒരു BPL ലിസ്റ്റ് ഉണ്ട്. ഇത് രണ്ടും BPL എന്ന തരത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ അനുവദിച്ചിരുന്നത്. അതിനു പുറമെയാണ് APL കിടക്കുന്നത്. ഇതിലെല്ലാം ഒട്ടേറെ പരാതികളുണ്ട്. അത് വേറൊരു കാര്യം. ഉള്ള ലിസ്റ്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പുതിയൊരു ഈ നടപ്പാക്കാൻ പുറപ്പെടുമ്പോൾ മുൻഗണനാ വിഭാഗം എന്നൊരു വിഭാഗവും അതല്ലാത്തതും എന്ന രണ്ട് തരമാണ് വരുന്നത്. മുൻഗണനാ വിഭാഗത്തിൽ നേരത്തെയുള്ള നമ്പറിൽ നിന്ന് ചെറിയൊരു വർധനവ് വന്നു. നേരത്തെയുള്ള BPL-ഉം സ്റ്റേറ്റ് BPL-ഉം എല്ലാം കൂടി എടുത്താൽ അതിന്റെ ഒരു ഭാഗമാണ് ഈ മുൻഗണനാ ഭാഗമായിട്ട് വന്നത്. എന്നാൽ അതിലുള്ള നല്ലൊരു ഭാഗം മുൻഗണനാ വിഭാഗത്തിൽ പെടുന്നില്ല. മുൻഗണനാ വിഭാഗത്തിൽ പെടാതിരുന്നാലോ പിന്നെ അവർക്ക് കേന്ദ്ര ഗവൺമെന്റ് കണക്കിൽ ഒരു സഹായവുമില്ല, ഒരു പരിഗണനയുമില്ല. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഒരു നടപടി എടുക്കാൻ തീരുമാനിച്ചു. അത് മുൻഗണനാ വിഭാഗത്തെ മുൻഗണനാ വിഭാഗമായി തന്നെ നിലനിർത്തും. മുൻഗണനാ വിഭാഗത്തിൽ പെടാത്ത നേരത്തെ BPL ലിസ്റ്റിലുള്ള ആളുകളെ മുഴുവൻ മറ്റൊരു പ്രത്യേക വിഭാഗമായി നിർത്തുന്നു, സ്റ്റേറ്റ് BPL വിഭാഗമായിട്ട് നിർത്തുന്നു. ഈ മുൻഗണനാ വിഭാഗത്തിന് നേരത്തെ BPL വിഭാഗത്തിന് കൊടുത്തതുപോലെ തന്നെ സൗജന്യമായി ഭക്ഷ്യധാന്യം നൽകുന്നു. നേരത്തെ ഫ്രീ ആയിട്ടാണ് കൊടുത്തത്, അതേ നിരക്ക് തന്നെ കൊടുക്കുന്നു. എന്നാൽ നമുക്ക് അരി തരുന്നത് 3 രൂപക്കാണ്. സംസ്ഥാനത്തിന് മുൻഗണനാ വിഭാഗത്തിന് കൊടുക്കാൻ 3 രൂപ ഈടാക്കി അരി കൊടുക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നത്. 3 രൂപ അവർ ഈടാക്കുന്നതാണ്. മത്സ്യഫെഡിൽ ഗുരുതര ക്രമക്കേടുകളും അഴിമതിയും നടക്കുന്നതായി റിപ്പോർട്ട്. ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിലാണ് വൻ ക്രമക്കേടുകളും പാഴ്ചെലവുകളും കണ്ടെത്തിയത്. കോൺഗ്രസ് നേതാവ് V ദിനകരന്റെ നേതൃത്വത്തിലുള്ള മത്സ്യഫെഡ് ഭരണസമിതിയാകെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് അന്വേഷണ റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭ്യമായി. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിനായി തുടങ്ങിയ കേരള സംസ്ഥാന മത്സ്യവികസന ഫെഡറേഷൻ അഥവാ മത്സ്യഫെഡ് ക്രമക്കേടുകളുടെ കൂത്തരങ്ങാണെന്നാണ് ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാവുന്നത്.
2012 മുതൽ കോൺഗ്രസ് നേതാവ് വി ദിനകരൻ ചെയർമാനായുള്ള മത്സ്യഫെഡ് ഭരണസമിതിയെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് അന്വേഷണ റിപ്പോർട്ട്. സാമ്പത്തിക ക്രമക്കേടുകൾ, അഴിമതി, ധനദുർവിനിയോഗം, അനധികൃത നിയമനം, കെടുകാര്യസ്ഥത, സർക്കാർ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കൽ, ഉത്തരവാദിത്വ ലംഘനം തുടങ്ങിയവയാണ് മത്സ്യഫെഡിൽ നടക്കുന്നതെന്ന് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. PSCO എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചോ വഴി മാത്രമേ നിയമനങ്ങൾ നടത്താവൂ എന്ന വ്യവസ്ഥ ലംഘിച്ച് നിലവിലെ ചെയർമാന്റെ കാലത്ത് 148 പേരെ കരാർ വ്യവസ്ഥയിലും 98 പേരെ ദിവസവേതനത്തിനും നിയമിച്ചു. ഇവർക്ക് വേതനം നൽകിയതിലൂടെ 4,85 ലക്ഷം രൂപയുടെ പാഴ്ചെലവുണ്ടായി. കരാർ ദിവസവേതന വ്യവസ്ഥയിൽ 1768 പേർക്ക് പുനർനിയമനം നൽകിയതിലൂടെ 26,13 ലക്ഷം രൂപയും നഷ്ടമായി. ജോലിക്ക് ഹാജരാകാത്ത ദിവസവേതനക്കാർക്കും ശമ്പളം ലഭിച്ചു. വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീട്ടിക്കൊണ്ടുപോയതിനാൽ 8,46 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി തുടങ്ങി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന നഷ്ടക്കണക്കുകൾ നിരവധിയാണ്. മുൻവർഷങ്ങളിലെ പ്രവർത്തനങ്ങളുടെ ഓഡിറ്റ് പൂർത്തിയാക്കിയാൽ പാഴ്ചെലവിന്റെയും നഷ്ടത്തിന്റെയും കണക്ക് ഇനിയും വർദ്ധിക്കും. ക്രമക്കേടുകൾ വ്യക്തമാക്കുന്ന വിശദമായ രേഖകളടക്കമാണ് അന്വേഷണോദ്യോഗസ്ഥനായ ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ വി മനോമോഹനൻ ഫിഷറീസ് സഹകരണ സംഘം രജിസ്ട്രാറായ ഫിഷറീസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് കൈമാറിയത്. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. 3000-ഓളം കരാർ തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള മാനേജ്മെന്റ് തീരുമാനത്തിനെതിരെ VSSC തിരുവനന്തപുരം യൂണിറ്റിലെ തൊഴിലാളികൾ നടത്തുന്ന സമരം ശക്തമാക്കുന്നു. സമരം പ്രഖ്യാപിച്ച് 8 ദിവസം പിന്നിട്ടിട്ടും മാനേജ്മെന്റ് ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. സംയുക്ത സമരസമിതി രൂപീകരിക്കാൻ തൊഴിലാളി സംഘടനകൾ ഇതോടെ തീരുമാനിച്ചു. 3000-ഓളം കരാർ തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള മാനേജ്മെന്റ് തീരുമാനത്തിനെതിരെ തൊഴിലാളികൾ VSSCയുടെ തിരുവനന്തപുരം യൂണിറ്റിൽ നടത്തിവരുന്ന സമരം കൂടുതൽ ശക്തിയാർജിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തൊഴിലാളി സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് സമരം ശക്തമാക്കാനാണ് തീരുമാനം. സമരം ആരംഭിച്ച് 8 ദിവസം പിന്നിട്ടിട്ടും തൊഴിലാളികളുമായി ചർച്ചയ്ക്ക് പോലും മാനേജ്മെന്റ് അധികാരികൾ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം സമരസ്ഥലത്തെത്തിയ CITU നേതാക്കളായ എളമരം കരീം, വി ശിവൻകുട്ടി എന്നിവർ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് തൊഴിലാളികൾക്ക് ഉറപ്പു നൽകി. VSSC മാനേജ്മെന്റ് ഞങ്ങളെ തൊഴിലാളികളെ കുടുംബത്തെ മൊത്തം പട്ടിണിലാക്കിക്കൊണ്ടാണ് പുതിയൊരു റേറ്റ് കോൺട്രാക്ട് സിസ്റ്റത്തിലോട്ട്, കരാർ സിസ്റ്റത്തിലോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് സമര നടപടികളോട്ട് മുന്നോട്ട് പോവുകയാണ്. തുല്യജോലിക്ക് തുല്യവേതനമെന്ന മുദ്രാവാക്യമാണ് തൊഴിലാളികൾ ഉയർത്തുന്ന മറ്റൊരാവശ്യം. എന്നാൽ മാനേജ്മെന്റ് നിഷേധാത്മകമായ നിലപാട് തുടരുകയാണ്. VSSCയിലെത്തിയ സമ്പത്ത് MP VSSC ഡയറക്ടർ ഡോക്ടർ ശിവനുമായും ചീഫ് കൺട്രോളർ ബിജു ജേക്കബുമായും ചർച്ച നടത്തി. എന്നാൽ പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന ശാഠ്യത്തിലാണ് മാനേജ്മെന്റ്. ഇതിനെതിരെ CITU, INTUC, BMS എന്നീ തൊഴിലാളി സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ വിവിധ സംഘടനകൾക്കിടയിൽ ധാരണയായി. വിഷയം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി സംസ്ഥാന തൊഴിൽ മന്ത്രി ഇടപെടണമെന്ന് CITU ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 7 മാസമായി വേതനമില്ല. സംസ്ഥാനത്തെ ക്രഷ് ജീവനക്കാർ CITU നേതൃത്വത്തിൽ സമരം ആരംഭിച്ചു. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന രാപ്പകൽ സമരം PK ശശി MLA ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഇന്ത്യൻ കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയറാണ് ജീവനക്കാർക്കുള്ള ശമ്പളം നൽകേണ്ടത്. 3 വയസ്സുവരെയുള്ള കുട്ടികളെ പരിചരിക്കുന്ന ക്രഷ് സെന്ററുകൾ നടത്തിക്കൊണ്ടുപോകാനാകാത്ത സാഹചര്യത്തിലാണ് ജീവനക്കാർ സമരത്തിനിറങ്ങിയത്. ലഭിച്ചുവരുന്ന തുച്ഛമായ വേതനം 7 മാസമായി മുടങ്ങിയിട്ട്. കുട്ടികളുടെ പൂരക ഭക്ഷണത്തിനുള്ള കാശും കിട്ടുന്നില്ല. ക്രഷ് സെന്ററുകളുടെ പ്രവർത്തനം വലിയ പ്രതിസന്ധിയിലാണിപ്പോൾ. കുറച്ചു കാലമായിട്ട് കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നും കുറച്ച് സഹായം എല്ലാം കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ അതുമില്ല. എങ്കിലും വളരെയേറെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ആയും വർക്കറും കൂടെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ 7 മാസക്കാലമായി വേതനം കിട്ടാതായതുകൊണ്ട് ഇപ്പം വളരെ കഷ്ടത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ എന്തെങ്കിലും ഒരു പരിഹാരം വേണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് രാപ്പകൽ സമരം തീരുമാനിച്ചിരിക്കുന്നത്. ക്രഷിലെ ടീച്ചർക്ക് 1200 രൂപയും ഹെൽപ്പർക്ക് 800 രൂപയുമാണ് വേതനം. ദിവസം ഒരു കുട്ടിക്ക് 2 രൂപ 8 പൈസ പൂരക ഭക്ഷണത്തിനും. കേന്ദ്ര സർക്കാർ 2016 ജനുവരി മുതൽ വേതനം വർദ്ധിപ്പിച്ചെങ്കിലും മാർച്ച് വരെ കിട്ടി. പിന്നീടുള്ള 3 മാസം ലഭിച്ചത് പഴയ നിരക്കിൽ തന്നെ. ജൂലൈ മുതൽ ഒന്നും കിട്ടുന്നില്ല. വാടക കെട്ടിടത്തിലും ക്രഷ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കുടിശ്ശിക വേതനം ഉടൻ ലഭ്യമാക്കിയില്ലെങ്കിൽ ക്രഷ് സെന്ററുകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്നും ഇവർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.